നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ തുടങ്ങാം. സാധാരണ വേഷത്തിൽ, അതായത് മഫ്തിയിൽ, പോലീസുകാർ നിങ്ങളെ സമീപിച്ചാൽ അവരുടെ തിരിച്ചറിയൽ കാർഡ് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? നിയമം എന്താണ് പറയുന്നത് എന്നറിയാമോ? ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഷിബിൻ ഷിയാദ് സ്റ്റേറ്റ് ഓഫ് കേരളയെ എതിർക്കുന്ന കേസിൽ 2025-3 KHC 282 ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. കോടതി വളരെ വ്യക്തമായി പറയുന്നു, മഫ്തിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമായും കൈവശം വെക്കണം. കൂടാതെ മഫ്തി ഡ്യൂട്ടിക്ക് അവരെ ചുമതലപ്പെടുത്തിയ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവിന്റെ പകർപ്പും കയ്യിലുണ്ടായിരിക്കണം. ആളുകളെ തടഞ്ഞു നിർത്തുമ്പോഴോ ചോദ്യം ചെയ്യുമ്പോഴോ തങ്ങൾ പോലീസുകാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ഈ തിരിച്ചറിയൽ കാർഡ് കാണിക്കുകയും വേണം. ഇങ്ങനെയൊന്നും ചെയ്യാതെ, അതായത് ID കാർഡ് കാണിക്കാതെ ഒരു മഫ്തി പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയാൽ പൊതുജനം അവരെ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റുപറയാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കാരണം പോലീസിന്റെയും മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വേഷം ധരിച്ച് പല കുറ്റകൃത്യങ്ങളും തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മഫ്തി പോലീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതിനായി മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രത്യേക ഉത്തരവ് നേടിയിരിക്കണം. മഫ്തിയിലുള്ള പോലീസുകാരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതിനാൽ മഫ്തി ഡ്യൂട്ടി ചെയ്യുമ്പോൾ പോലീസുകാർ സ്വയം സംരക്ഷിക്കാനും കൂടുതൽ ജാഗ്രത പാലിക്കണം. പൊതുവെ പട്രോളിംഗ് പോലുള്ള ഡ്യൂട്ടികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ തന്നെ ആയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്, പ്രത്യേക ഉത്തരവില്ലെങ്കിൽ. അപ്പോൾ മഫ്തിയിലുള്ള ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ സമീപിച്ചാലും അവരുടെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ചോദിച്ച് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് എല്ലാ അവകാശവുമുണ്ട്. ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്കും നിയമപരമായ അവകാശങ്ങൾക്കും അനിവാര്യമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലെയുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.